രസമൈനാ മൈന, ഇത് ഞാനാ. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. പ്ലീസ് ഒച്ച വെക്കല്ലേ. പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങൾ എന്തേ കാണിച്ചേ? നീ ഒച്ച വെക്കല്ലേ മൈനെ. സത്യത്തിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഇറങ്ങി പോയിടുന്ന മൈനെ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാനുള്ളതും ചെയ്യാനുള്ളതും ഞാൻ അറിഞ്ഞതാ. മൈന, അതൊക്കെ ഞാനപ്പത്തെ വാശിക്ക് നിന്നോട് ജയിക്കാൻ വേണ്ടിട്ടാ. അല്ലാതെ നീ എന്നൊന്ന് മനസ്സിലാക്ക്. പുതിയതായിട്ടൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് പറയാൻ. കണ്ടെറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ ഇങ്ങനെയാ. എന്റെ ജീവനാ നിങ്ങൾക്ക് വേണ്ടത്? കൊല്ലാനാണെങ്കിൽ അത് എളുപ്പം വേണം. ഈ ജീവിതത്തിൽ ആദ്യമായി അർജുനൻ എന്നോട് ചെയ്യുന്ന കരുണയായിരിക്കും അത്. മറ്റാർക്കും കഴിയാത്ത കാരുണ്യം. മടിക്കണ്ട. പോവാണോ? എന്നെ ഇല്ലാതാക്കി നിങ്ങൾക്ക് സന്തോഷാവും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എന്നെ ശപിക്കുന്നവർക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവനാവും. കൊല്ലാനല്ല മൈനെ, ഞാൻ എന്നും ആഗ്രഹിച്ചത് നിനക്കൊപ്പം ജീവിക്കാനാ. കൊല്ലാനായിരുന്നെങ്കിൽ എനിക്കത് എന്നേ ആവായിരുന്നു. പറഞ്ഞാൽ നീ ചിരിച്ചു തള്ളുന്ന എനിക്കറിയാം. എങ്കിലും ഞാൻ പറയാ, ഞാൻ എന്നും നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയി. അർജുനൻ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും മറ്റുള്ളവർക്ക് വെറുപ്പാ തോന്നുന്നത്. ഉള്ളിലുള്ള സ്നേഹം പുറത്ത് കാണിക്കാൻ പോലും അറിയാത്തവനാ ഞാൻ. പറഞ്ഞും ചെയ്തും വരുമ്പോ അത് വികൃതമായി പോവും. ഞാൻ എന്താ ചെയ്യ? പക്ഷെ ഒരു കാര്യം സത്യമായിനെ, ഇപ്പോഴും നിന്നെ ഞാൻ സ്നേഹിക്കാം. നിനക്ക് വെറുപ്പായിരിക്കും, അറപ്പായിരിക്കും എന്നെ. പൊറുക്കാൻ കഴിയാത്ത തെറ്റുകൾ ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ട്, വേദനകൾ തന്നിട്ടുണ്ട്, എനിക്കറിയാം. നിനക്കപ്പോ ചിരിക്കാൻ തോന്നുന്നുണ്ടാവും. ചെകുത്താന്റെ വേദം പറച്ചിലെന്നും പറഞ്ഞു. ചിരിച്ചോളൂ മൈനെ. നിനക്കെന്നെ ഒരിക്കലെങ്കിലും ഒന്ന് സ്നേഹിച്ചൂടെ? നീ ആർക്ക് വേണ്ടി ഈ ത്യാഗം ചെയ്യുന്നത്? ഹരിശങ്കറിന് വേണ്ടിയോ? നീ കരുതുന്ന പോലെയല്ല, എല്ലാവരും ചതിക്കുക നിന്നെ. അതിനാണോ ഹരിയേട്ടൻ ഇത്രയും കാലം നിന്നെ? മോളെ, എല്ലാവരുടെയും ജീവിതം സംരക്ഷിക്കാൻ നിന്നെ വലിച്ചെറിയണമായിരുന്നെങ്കിൽ ഹരിയേട്ടനത് എന്നേ ചെയ്യാമായിരുന്നു. അതിനാണോ ഞാൻ എന്റെ നെഞ്ചിലിട്ട് നിന്നെ ഇത്രയും കാലം കാത്തുപിടിച്ചത്? ഇതിനേക്കാളൊക്കെ മുമ്പ് എനിക്ക് നിന്നെ കൊന്നുകളയായിരുന്നില്ലേ? നിന്നോളം വരുതല്ല എനിക്കിന്ന് ആരും. അകത്തോട്ട് വരാമോ? മോളെ, ഇതാരാണെന്ന് നമുക്കറിയാം. അമ്മ. അമ്മയുടെ പേരെന്താ?
അംബിക. മിടുക്കി. മോളെ ഹലോ വേണു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ലേ തനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല, എല്ലാം ഓക്കെ ആവുമെന്ന്? ഇപ്പൊ എന്തായി? അതെ, വേറെ ആരോടും പറയണ്ട. എന്റെ നാവില് ശുക്രനാ. പറഞ്ഞതാ. പവിയെ കൊണ്ടുവരായിരുന്നു. അവന് സ്കൂളിൽ എന്തോ സ്കോളർഷിപ്പിന്റെ പരിപാടി. ഞങ്ങൾക്കൊപ്പം വരാന്ന് ഏറ്റിരുന്നതാ. അവന്റെ കാര്യം അത് പോവാൻ മുങ്ങി അല്ലേ ഗോമോളെ? മോളിക്ക് വാ. ഇതാരാണെന്നറിയാമോ ഗോപുമോക്ക്?